ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്നാണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറച്ചുനാൾ ജൂൺ തുടങ്ങിയെങ്കിലും എന്താ പറയണ്ട, മഴയൊന്നും അങ്ങനെ ഇല്ല അല്ലെ. എല്ലാ മഴയും മെയ് മാസം പെയ്തു തീർന്നത് കൊണ്ടായിരിക്കും ജൂണിൽ കാര്യമായിട്ട് വലിയ മഴയൊന്നുമില്ല. ഇന്നിപ്പം കുറച്ച് ചെറിയൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്. പെയ്യോ ഇല്ല എന്നൊന്നും അറിയത്തില്ല, എങ്കിലും കുറച്ച് കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അധികം മഴ പെയ്യാത്ത നന്നേ, കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകാനും വരാനും ഒക്കെ ആയാലും നനഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. മെയ് ആയപ്പോ അവർക്ക് വെക്കേഷന്റെ സമയം ആയതുകൊണ്ട് പിള്ളേരെ മഴ അധികം ബാധിച്ചില്ല. വലിയവരെ ബാധിച്ചു, മീൻസ് പണിക്ക് പോകുന്നവരെയും അങ്ങനെയുള്ളവരെയൊക്കെ ബാധിച്ചെങ്കിലും പിള്ളേർക്ക് മഴ നനഞ്ഞിട്ട് പോയി വരേണ്ടതൊന്നും വന്നില്ലല്ലോ. അപ്പം ഇന്നൊരു ഉച്ച വരെയുള്ളൊരു വ്ളോഗാണ് ഞാൻ എടുത്താക്കുന്നത്. ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയണ്ടേ, എപ്പോഴും ഒരേപോലെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ആയാലും ഒരു എനർജി ഉണ്ടാവത്തില്ല. അങ്ങനെ എനർജി ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ടൊരു എനർജി ഒക്കെ ഉണ്ടാവും, ഒരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാന് എണീറ്റ് ആദ്യം തന്നെ അറിയാം, ചായ ഇല്ലാതെ വേറെ ഒറ്റ പരിപാടി നടക്കൂല. ഇപ്പം പണ്ട് എണീറ്റപാടെ ചായ ഇട്ടങ്ങ് കുടിക്കുമായിരുന്നു. ഇപ്പൊ അത് പറ്റത്തില്ല. ഇപ്പൊ എണീറ്റപാടെ പൂച്ചനെയും താറാവിനെയൊക്കെ ഒന്ന് നോക്കി അവരെ മര്യാദക്ക് ഇരുത്തിയാലേ അടുത്ത പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവര് ഒന്നിനും സമ്മതിക്കത്തില്ല, കരഞ്ഞോണ്ടിരിക്കും. അഥവാ ഒന്ന് ജനല് തുറന്നാല് ജനലിൽ കൂടെ പൂച്ചക്കുഞ്ഞ് കയറി വരും, ഡോറ് തുറന്നാൽ ഡോറിൽ കൂടെ താറാവ് കയറി കിച്ചണിൽ വന്ന് നിൽക്കും. അങ്ങനെ അപ്പം അവരെ ആദ്യം ഒന്ന് ആശ്വസിപ്പിച്ചു. കളർ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതുങ്ങളെ പിന്നെ എന്റെ ഒറ്റ ഒരെണ്ണം ലാസ്റ്റ് ശേഷിച്ചു. 5 എണ്ണം വാങ്ങിയതില് 2 എണ്ണത്തിന് പൂച്ച പിടിച്ചു, 3 എണ്ണം ചത്തും പോയി. ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ ഒന്നിനെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടു. അവിടെ കോഴിക്കൂടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കൊണ്ടിടട്ടെ, കാരണം ആ കുഞ്ഞ് വലുതായത് കൊണ്ട് ഞാൻ ഹോളിന്റെ അകത്താണ് വെച്ചോണ്ടിരുന്നത്. അപ്പം അവരൊത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കാർബോർഡിന്റെ അകത്തായിരിക്കും, അതിനൊരു അസ്വസ്ഥതയല്ലേ. അപ്പം പിന്നെ പുറത്തിറക്കി വിടാനും പറ്റത്തില്ല. ലാസ്റ്റ് 2 എണ്ണം നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിട്ടത്, അതിനെ പൂച്ച പിടിച്ചത്. വലുതായെങ്കിലും പൂച്ച എങ്ങനെയൊക്കെയോ അതിനെയൊക്കെ പിടിച്ചിട്ട് പോകും കേട്ടോ. ഇവരിന്ന് പറന്നൊക്കെ പോകുന്ന കോഴിക്കുഞ്ഞ് തന്നെ, പക്ഷെ എന്തേന്ന് അറിയത്തില്ല, പിടിച്ചു. ഇനിയിപ്പോ ലാസ്റ്റിന് ഒരെണ്ണം ഉള്ളു, അതിനെയും കൂടി ഇനി പൂച്ചയ്ക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലോട്ട് കൊടുത്തതാ. പിന്നെ താറാവിനെ പിന്നെ അങ്ങനെ പട്ടി അല്ലാതെ വേറൊന്നും പിടിക്കില്ല. പട്ടി പിന്നെ ഗേറ്റ് അടച്ചാൽ പിന്നെ പട്ടിയുടെ ശല്യം ഉണ്ടാവത്തില്ല. താറാവ് വലുതായതുകൊണ്ട് പൂച്ചയ്ക്ക് പിടിക്കാനും പറ്റാത്തോണ്ട് താറാവ് നല്ല മിടുക്കനായിട്ട് സൈഡിലിരിപ്പുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം മുട്ട കിട്ടി കേട്ടോ. അവന് എല്ലാ ദിവസവും മുട്ട ഇടാത്താണെന്ന്, പക്ഷെ ഇടയ്ക്ക് മുട്ടത്തോട് കിട്ടാറുമുണ്ട്. മുട്ട ഇടാത്താണോന്നൊന്നും അറിയത്തില്ല, എന്നാലും ഇടയ്ക്ക് ആഴ്ചക്ക് ഒരു മുട്ടയൊക്കെ വെച്ച് കിട്ടാറുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടും ചെറുപയർ കറിയും വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചെറുപയറെല്ലാം തലേദിവസം ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി. പിന്നെ ചെറുപയർ ഞാൻ തലേദിവസം അങ്ങനെ വെള്ളത്തിലിടാറുമില്ല കേട്ടോ. പിറ്റേ ദിവസം കുക്കറിലിട്ട് നല്ലോണം ഒരു 3-4 വിസിൽ കേൾപ്പിച്ചാല് ചെറുപയർ നല്ലോണം വെന്ത് കിട്ടും. തലേദിവസം ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വേഗം വെന്ത് കിട്ടുമെന്ന് മാത്രം. തേങ്ങ അരച്ചൊന്നുമില്ല. ഞാനിപ്പം ചെറുപയർ തേങ്ങ അരച്ച് വെക്കാറില്ല, എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല. ചേട്ടായിക്ക് തേങ്ങയൊക്കെ അരച്ച് വെക്കും ചെറുപയറും പുട്ടും ഭയങ്കര ഇഷ്ടം. അപ്പൊ ചേട്ടായിക്ക് വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആക്കും. അല്ലാത്തപ്പോ ഞാൻ ജസ്റ്റ് ചെറുപയർ ഉപ്പും സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങ് എടുക്കും. നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ആക്കും. കഞ്ഞിക്കൊക്കെ കൂട്ടാനൊക്കെ ആയാലും എനിക്ക് തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനത്തെ ചെറുപയറല്ലേ കിട്ടിക്കൊണ്ടിരിക്കാം. സ്കൂളിൽ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൂല എന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് അല്ലേ സ്കൂളിലെ പണ്ട് എനിക്ക് ഈ ചെറുപയറും കഞ്ഞിയും കുടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പണ്ട് സ്കൂളിൽ നിന്ന് കഞ്ഞി കുടിച്ച ആ ഓർമ്മയാട്ടോ. ഞങ്ങൾ ഒരിടയ്ക്ക് എപ്പോഴും വൈകുന്നേരം ഇങ്ങനെ ചെറുപയറും കഞ്ഞിയും എന്റെ വീട്ടിലെ റേഷനരി കിട്ടുമ്പം അവിടെ അമ്മ തരുമ്പോ അങ്ങനെ വെക്കുമായിരുന്നു. ഇപ്പം കുറെ നാളെ അങ്ങനെയൊക്കെ വെച്ച് കുടിച്ചിട്ട്. അപ്പം പുട്ടിന് വേണ്ടി ഞാൻ ഓൾറെഡി പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കണം. അപ്പൊ ഞാൻ ഇന്നലെ പുട്ടുണ്ടാക്കിയപ്പം അതിന്റെ പുറത്തെ അവരുടെ ഇൻസ്ട്രക്ഷൻ വായിക്കാതെ ആക്കിയപ്പം പുട്ട് ഇങ്ങനെ കട്ട കട്ട പിടിച്ചിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വായിച്ചു നോക്കുമ്പോ എന്താ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം അവര് പറഞ്ഞു. അന്ന് ഞാൻ ഇന്നലെ കുഴച്ചപ്പം ഞാൻ മീൻസ് ഡയറക്റ്റ് ഇത് പച്ചവെള്ളം തന്നെ അങ്ങ് ഒഴിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ കട്ട കെട്ടിയിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അത് കുറച്ച് ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുട്ടോ. ഈ ഓരോ പാക്കറ്റ് പൊടി വാങ്ങുമ്പോഴേ ഓരോ കമ്പനിയുടെ നമ്മൾ മാറ്റി വാങ്ങുമ്പോഴും പല പല ഇൻസ്ട്രക്ഷൻ. അപ്പൊ വായിച്ചു നോക്കണം. ചിലതിൽ നമ്മൾ വെള്ളം ഇപ്പം 1 ഗ്ലാസ് പൊടി എടുത്തെങ്കിൽ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് നല്ല സെറ്റ് ആയിട്ടിരിക്കും.
പക്ഷെ ഈ പൊടി കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം എന്ന് തന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇന്നലെ അങ്ങനെ ആക്കാതെ ഇടയ്ക്ക് അങ്ങനെ ഞാൻ സാധാ പുട്ടുപൊടിക്ക് ചെയ്യുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് പോയപ്പോ തിരിച്ചു വന്നപ്പോ എല്ലാം കട്ട കെട്ടിപ്പോയി. പുട്ടാക്കിയപ്പോൾ ഒരു മെനയായില്ല. പക്ഷെ ഇന്ന് അവര് പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളമൊക്കെ വെച്ച് ഇളക്കി അങ്ങനെ കൊടുത്തപ്പം നല്ല പുട്ട് കിട്ടി കേട്ടോ. പിള്ളേർക്ക് സ്കൂളിൽ പോകണല്ലോ, തിങ്കളാഴ്ച എടുത്ത വ്ളോഗാണിത്. അപ്പൊ ഞാൻ രാവിലെ ബീൻസ് തോരൻ വെക്കാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അവർക്ക് കഴിക്കാനായിട്ട് രാവിലെ എന്തെങ്കിലും ഒരു തോരൻ കൊടുക്കും. ഒന്നില്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ കടലയോ പയറോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം തോരൻ വെക്കും. പിന്നെ നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും ഒന്ന്, മിക്കവാറും തന്നെ മുട്ട പൊരിച്ചതായിരിക്കും. മുട്ട പൊരിച്ചതോ മുട്ട തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. അത് രണ്ടും കേട്ടോ. പിന്നെ ജുവാന് മാത്രം സ്നാക്സും വേണം. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വേഗം പച്ചക്കറിയൊക്കെ ആക്കുവോ. പക്ഷെ ഇതെല്ലാം ആക്കിയത് വെറുതെ, കാരണം ചേട്ടായി ചെസ്സൊക്കെ കഴിഞ്ഞിട്ട് 3-4 ദിവസം പോയിട്ട് തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വന്നത്. സമ്മാനമൊക്കെ കിട്ടി കേട്ടോ ചേട്ടായിക്ക്. അപ്പം തിരിച്ചു വന്നപ്പോ പിന്നെ പിള്ളേർക്ക് ചേട്ടാനെ കണ്ടപ്പോഴേക്കും സ്കൂളിൽ പോകാൻ മടിയായി. ഞാൻ രാവിലെ 6 മണിയായപ്പോ എണീറ്റ് അവർക്ക് വേണ്ട ഫുഡും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും എല്ലാം റെഡിയാക്കി പാത്രത്തിലാക്കിയില്ലായിരുന്നു. അന്നേരക്കും പിള്ളേര് ചേട്ടായി വന്നപ്പോ പിന്നെ ഭയങ്കര മടിയായി, അപ്പായി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ പിന്നെ ഓക്കെ, ആരുമില്ല പോണ്ടാന്ന് വെച്ച് ടീച്ചറിനോട് വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം എന്താ പറഞ്ഞേ ആക്കി വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നതിന്. പക്ഷെ അവര് അവർക്ക് വേണ്ടിയാണ് ആക്കിയത്, അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അവർ സ്കൂളിൽ പോയില്ല, ഒന്നും കൂടി വീട്ടിൽ കുത്തിയിരുന്നു. പിന്നെ സാരമില്ല, അത് സ്കൂളൊക്കെ തുറന്നല്ലേ ഉള്ളൂ, പഠിപ്പിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. എന്ന് ഞാൻ പുട്ടുകുറ്റിക്കകത്താക്കുന്നേ. ചില സമയം ഞാൻ പുട്ടുകുറ്റിയിലാക്കില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. എല്ലാം കൂടെ ഒറ്റയടിക്ക് തേങ്ങ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ സ്റ്റീമറിലിട്ട് അങ്ങ് സ്റ്റീം ചെയ്തെടുക്കും. ഇന്ന് ഞാൻ ഓർക്കുന്ന പുട്ടിന്റെ ആകൃതിക്ക് തന്നെ അങ്ങ് ഇരിക്കട്ടെ, ചേട്ടായി വരുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിയ ബീഫ് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടായി ഇല്ലാത്തതും ചേട്ടായുടെ ബീഫ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടായി വന്ന് കയറുമ്പോ തന്നെ വെച്ചു ബീഫ് ഇല്ലേന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പുട്ടും എന്ന് പറഞ്ഞപ്പോ ബീഫ് ഇല്ലേ, അമ്മ ആ ഉണ്ടെന്ന് ഞാൻ പിന്നെ അപ്പൊ ഞാൻ ബീഫ് കറി വെക്കാൻ ഉദ്ദേശിച്ചല്ലായിരുന്നു. പിന്നെ ഞാൻ ചേട്ടാ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വേഗം എടുത്തിട്ട് ബീഫ് കറിയും കൂടി വെച്ചു. അങ്ങനെ പുട്ടും ബീഫും ചെറുപയറും കൂടെ കഴിച്ചത് ഞങ്ങള്. അത് കഴിഞ്ഞ് പിന്നെ എന്താ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ പിള്ളേർ കൊടുത്ത് കുറച്ചേരം കളിക്കുകയും TV കാണാൻ ഫോൺ ഞെക്കുകയും ഒക്കെ ചെയ്തു. ഉച്ചയായപ്പം എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനോടും കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന. അപ്പം പിന്നെ ഞാൻ കുറച്ച് അലക്കാനും ചേട്ടായി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അലക്കാനും തേക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചേട്ടായിക്ക് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഡൽഹിയിൽ അടുത്ത് അവരുടെ ഫിഡെ ടൂർണമെന്റ് ഉണ്ട്. അപ്പൊ അതിന് പോണായിരുന്നു. അപ്പം ഞാൻ വേഗം മേലിലേക്ക് അലക്കാനൊക്കെ ആയിട്ട് കയറുക. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ അലക്കാൻ വന്നാല് എന്താ പറയണ്ടേ, അലക്കി എല്ലാം വിരിച്ചു വിടും. പിന്നെ നമ്മൾ ഉണങ്ങിയ തുണി ഉണ്ടല്ലോ, ആ ഉണങ്ങിയ തുണി എടുത്തിട്ട് മേളിൽ നിന്ന് തന്നെ എല്ലാം മടക്കി സെറ്റാക്കി തേക്കാനുള്ളതെല്ലാം തേച്ച് അങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ആയാലും ഈ ഡ്രസ്സ് അന്വേഷിച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അത് വളരെ ഈസി ആയിട്ട്, എല്ലാവരും അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിക്കോ. എത്ര ഈസി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ചേട്ടായാലും പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഷർട്ട് നോക്കണമെങ്കിൽ ഷർട്ട് തേക്കുന്നു നമ്മളോട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്ത് പറക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടാ. അപ്പൊ തന്നെ മീൻസ് അലക്കി ഉണങ്ങി എടുത്തോണ്ട് വരുമ്പോ തന്നെ തേച്ച് വെക്കുവാണെങ്കിൽ ഭയങ്കര ഈസി അല്ലേ. പിന്നെ വൈകുന്നേരം ഞങ്ങള് പാല് വന്നതൊക്കെ അറിയാൻ വേണ്ടി പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കി. അപ്പൊ അത് മോളത്തെ വീട്ടിലെ അമ്മ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇച്ചിരി ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. അതിന്റെ കഥയൊക്കെ പറയാം. അപ്പൊ കല്ലിങ്ങനെ വണ്ടി പോകുമ്പോൾ ആ കല്ലിങ്ങനെ പുറത്തോട്ടേക്ക് പോകും. അപ്പൊ അവിടെ ഇച്ചിരി സിമെന്റ് ഒക്കെ കൊണ്ടുപോയിട്ട് അതാക്കിയാൽ മതി, ആ വെള്ളം വരുന്നോണ്ട് അങ്ങനെ ആവുന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ചവത്തി. ജുവാനാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നോക്ക് കല്ലൊക്കെ പറക്കി ഇടുന്നു, ഒന്നും പറയണ്ട. അപ്പം അത് ഈ വണ്ടി സൈഡിൽ നിന്ന് നമ്മുടെയൊക്കെ മഴ പെയ്യുമ്പോഴൊക്കെ ഈ ടെറസിന്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് പോകാനായിട്ട് അതിലെ ഇങ്ങനെ വഴി വെച്ചേക്കണം. അപ്പൊ ആ വെള്ളം ഇങ്ങനെ പോകുന്ന ഇച്ചിരി ശകലം പൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം പോകുന്നതനുസരിച്ച് അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ മോട്ടർ നിറഞ്ഞിട്ടുള്ള വെള്ളം പോകുന്നതും ഒക്കെ ആ റോഡിന്റെ സൈഡിൽ കൂടെയാ. അങ്ങനെ ഇരുന്നു. പിന്നെ അമ്മ പറയുന്നത് ജോഷുവാരെ ദിവസം അമ്മ അവിടെ കളിക്കാൻ വിളിച്ചു. അവരുടെ വീട്ടില് 3 പെൺപിള്ളേരുണ്ട്. അപ്പം ജോഷു വാ മോനെ നമ്മുടെ അടുത്തൊക്കെ ഒന്ന് കളിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ പറയാന്നോലെ അമ്മയോട്, അവളെല്ലാം ഗേൾസ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന്. അവൻ ബോയ്സിന്റെ കൂടത്തി മാത്രമേ കളിക്കത്തുള്ളൂ. അതൊക്കെ ഞങ്ങള് പറഞ്ഞ അമ്മ പിന്നെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പൊ പാലൊന്നും വന്നില്ല. ഞങ്ങള് കുറച്ചേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാന് പിള്ളേരെ ആ സ്വിമ്മിംഗ് പൂളില് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അതിന് കാറ്റടിക്കാനുള്ള സാധനം അങ്ങ് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു പിന്നെ ഞാനും ജുവാനും കൂടെ അങ്ങ് കയറി പോന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഇടയ്ക്ക് താറാവിന്റെ മുട്ട ഇങ്ങനെ നോക്കും. ഞാൻ താറാവ് ഇപ്പൊ ഒരു പ്രാവശ്യം നോക്കുമ്പോ ആ ഗേറ്റിന്റെ അവിടെയൊക്കെ ഇങ്ങനെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താറാവ് തോന്നിടത്തെല്ലാം മുട്ടയിട്ട് വെക്കും. ഇടയ്ക്ക് ആ പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകുന്നല്ലേ. 1-2 പ്രാവശ്യം അങ്ങനെ പുറത്തുനിന്നൊക്കെ മുട്ട കിട്ടി കേട്ടോ താറാവിന്റെ. ജുവാന്റെ ഓടിക്കളിക്കൽ നോക്ക്. മുമ്പൊക്കെ മുറ്റത്തിറങ്ങിയാൽ ഭയങ്കര ആവേശം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും തുള്ളലും ചാട്ടവും
ഇത് തന്നെയായിരിക്കും കേട്ടോ ജോലി. പിന്നെ വൈകുന്നേരം ആയപ്പം ചേട്ടായി തലമുടിയൊക്കെ മുറിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുമെന്നൊക്കെ പിള്ളേർ ചോദിച്ചപ്പം ചേട്ടാ ഇത് ചിക്കൻ സ്ട്രിപ്സോ അങ്ങനത്തെ പറഞ്ഞു അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്തോ മുളക് പൊടിയിലൊക്കെ മുക്കി തന്നു കേട്ടോ. സിനിമയും കണ്ട് ഞങ്ങൾ അതും കഴിച്ച് ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ.